ടു ലെജൻസ് നമ്മുടെ ചുരിദാറിന്റെ വീഡിയോയാണ് സ്റ്റെപ്പ്. നിങ്ങൾക്ക് ഫസ്റ്റ് ഐറ്റം വരുന്നത് ഇതാട്ടോ. ഇത് നിങ്ങൾക്ക് റഫായിട്ടും യൂസ് ചെയ്യാം, ഫംഗ്ഷൻ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ്. ഒരു വെറൈറ്റി മെറ്റീരിയൽ ആട്ടോ. ചെറുതായിട്ട് ഓർഗൻസ ബ്ലെൻഡ് ചെയ്ത് ഒരു ടിഷ്യൂ ഫാബ്രിക് എന്ന് പറയാം. പക്ഷെ നമ്മുടെ സാധാരണ അതിൻ്റെ അകത്തൊക്കെ വരുന്ന പോലെ ഇങ്ങനെ ഒത്തിരി പറന്ന് നിൽക്കുന്ന ഒരു ഇതൊന്നും അല്ല കേട്ടോ. ഒരു നല്ല വെറൈറ്റി ലുക്കുള്ള ഒരു മെറ്റീരിയലാണ്. ചെറിയൊരു ഗ്ലേസിങ് വരും, ആ ഒരു ടിഷ്യൂവിന്റെ ലുക്ക് കിട്ടുന്ന ഒരു ചെറിയൊരു ഗ്ലേസിങ്. പിന്നെ വർക്കും കാണാൻ നല്ലതാണ്. അപ്പൊ ഇതിനകത്ത് കുറെ നല്ല ഷെയ്ഡ്സ് ഉണ്ട് കേട്ടോ. ഈ ഒരു മെറ്റീരിയലിൽ കിട്ടുന്ന കുറച്ച് നല്ല കളേഴ്സ് ആണ് ഇത് കൊണ്ടുവന്നേക്കുന്നത്. കുറേ ഷെയ്ഡ്സ് ഉണ്ട്, ഞാൻ പെട്ടെന്ന് കാണിച്ചു പോകാം. അപ്പൊ ഇതിന്റെ ഫ്രണ്ട് പോർഷനിലെ ഡിസൈൻ ഇതുപോലെ വരും കേട്ടോ. ഞാൻ പറഞ്ഞ ഈ ഒരു വർക്ക് വരുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഫംഗ്ഷൻ വെറൈറ്റിയും യൂസ് ചെയ്യാം. സാധാരണ കോമൺ ആയിട്ട് വരുന്ന വിചിത്രയിലൊക്കെ വരുന്ന പോലത്തെ വർക്കിനേക്കാളും കുറച്ച് ഡിഫറെന്റ് ആയിട്ട് നിൽക്കും. ഇതിന്റെ ദുപ്പട്ടയും സെയിം ഫാബ്രിക് ഇതുണ്ടോ, ലൈറ്റ് വെയിറ്റ് ആണ്, ഹാൻഡിൽ ചെയ്യാൻ നല്ല ഈസി. അതുകൊണ്ട് ഞാൻ പറഞ്ഞ ഒത്തിരി പറന്നൊന്നും നിൽക്കത്തില്ല. ഇങ്ങനെയാണെങ്കിലും നമുക്ക് ഇടാൻ പറ്റുന്ന ഒരു ടൈപ്പ്. എന്നാൽ ഭയങ്കര ഷിഫോൺ പോലെ ഭയങ്കരമായിട്ട് ഒതുങ്ങി കിടക്കുന്നതുമില്ല, നന്നായിട്ട് നല്ല കിടക്കുന്ന ഒരു ഫാബ്രിക് ആട്ടോ. ഇതിന്റെ ബോട്ടം വരുന്നു സെയിം കളർ. ഇത് കളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈറ്റ് ഒരു ഓറഞ്ച് ബ്ലെൻഡ് ചെയ്ത് ചെയ്തിരിക്കുന്ന ഒരു കളറാണ്. ഭയങ്കര എടുത്ത് നിൽക്കുന്ന ഓറഞ്ച് അല്ല, ചെറുതായിട്ടൊരു യെല്ലോയും ഓറഞ്ചും കൂടെ മിക്സ് ആയിട്ടൊരു ഷെയ്ഡ് എന്ന് പറയാം. കോമ്പിനേഷൻ നല്ല കേട്ടോ. ഈ ഒരു കളറുമായിട്ട് നന്നായിട്ട് മാച്ച് ആയിപ്പോൾ. ഇതിന്റെ നമ്പർ വരുന്നത് T166, റേറ്റ് 960 മാത്രമേ 960. ഇത് വരുന്നത് നല്ലൊരു ലൈറ്റ് ഓനിയൻ പിങ്കിന്റെ ഷെയ്ഡ് ആട്ടോ. ഇതിന്റെ കറക്റ്റ് കളർ നമുക്ക് വീഡിയോക്കകത്ത് കിട്ടുന്നില്ല. ക്യാമറയിൽ ഇങ്ങനെ വെച്ച് നോക്കുമ്പോൾ ചെറിയൊരു കളർ ചേഞ്ച് എന്തായാലും കാണിക്കുന്നുണ്ട്. നേരിട്ട് കാണാൻ നല്ല രസമാട്ടോ, കാരണം അത്രയും ഷെയ്ഡ്സ് എല്ലാം നല്ല കളേഴ്സ് മാത്രമാണ് വന്നേക്കുന്നത്. ഇത് കുറച്ചൊരു ഡാർക്ക് പീച്ച് പോലെയൊക്കെ തോന്നിക്കുന്നുണ്ട്. ശരിക്കും ഒനിയൻ പിങ്കിന്റെ ലൈറ്റ് കളർ അല്ല ആ ഒരു ഷെയ്ഡ് ആട്ടോ. മുമ്പേ കാണിച്ച കളർ ആണെങ്കിലും നേരിട്ട് കാണാൻ ഭയങ്കര രസമാണ്. ഇതിൻ്റെ അകത്ത് അതിന്റെ കറക്റ്റ് ഒരു ഭംഗി കിട്ടുന്നില്ല. നേരിട്ട് കുറച്ചുകൂടെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും കേട്ടോ. അപ്പോൾ അത്രയും നല്ല ഷെയ്ഡ്സ് ആണ്. അത്യാവശ്യം നല്ല ലെങ്ത്തും ഉണ്ട്. ടോപ്പിനൊക്കെ 49 ഒക്കെ മിച്ച ലെങ്ത് ഉണ്ട്. ദുപ്പട്ടയും 2.5 അടുത്ത് തന്നെയുള്ള ലെങ്ത് കിട്ടും കേട്ടോ. മെറ്റീരിയൽ ഞാൻ പറഞ്ഞ പോലെ ഒരു വെറൈറ്റി ലുക്ക് കിട്ടുകയും ചെയ്യും. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഫാബ്രിക്കും ആണ്. അതിന്റെ ഒരു ലുക്ക് തന്നെ കുറച്ചൊരു ഡിഫറെന്റ് ആയിട്ടുള്ള ടൈപ്പ് ഫാബ്രിക്. ബോട്ടം സാറ്റിൻ സിൽക്കിൽ സെയിം കളർ തന്നെ. ഇതിന്റെ നമ്പർ T170, റേറ്റ് 960. അടുത്ത ലൈറ്റ് ഒരു പേസ്റ്റൽ ടൈപ്പ് ഗ്രീൻ കളർ ആട്ടോ. ഞാൻ പറഞ്ഞ പോലെ ഇതിൻ്റെ അകത്ത് കുറേ നല്ല വെറൈറ്റി കളേഴ്സാണ് വന്നിരിക്കുന്നത്. ലൈറ്റ് കളേഴ്സ് ഇഷ്ടമുള്ളവർക്ക് എന്താണെങ്കിലും ഈ ഒരു ഐറ്റംസ് എല്ലാ കളറും നല്ലതാണ്. ഗ്രീൻ്റെ നോർമൽ വരുന്നതിനേക്കാളും കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള ഷെയ്ഡ് നല്ല രസമുണ്ട് കേട്ടോ. കാരണം ടിഷ്യൂവിന്റെ ചെറിയ ലുക്കോടെ വരുമ്പോൾ നല്ല ഭംഗിയായിട്ട് തന്നെ എല്ലാ കളേഴ്സും ഉണ്ട്. ഫ്രണ്ട് പോർഷന്റെ ഡിസൈനും കാണാൻ നല്ല കേട്ടോ. ഇതിങ്ങനെ ഞാൻ കറക്റ്റായിട്ട് വെക്കാത്തതുകൊണ്ടാണ്. നേരെ നമ്മൾ ആ തയ്ച്ച് വരുമ്പോഴും നല്ല ഭംഗിയായിട്ടിരിക്കും. പിന്നെ നമ്പർ വരുന്നത് T171, റേറ്റ് 960. ഇത് നല്ല ഭംഗിയുള്ളൊരു പേസ്റ്റൽ ബ്ലൂ കളറാണ് കേട്ടോ. അടിപൊളി ഷെയ്ഡാണെല്ലാം. അതിൻ്റെ അകത്ത് ആ ഒരു സിൽവർ എന്ന് പറയാൻ പറ്റില്ല, അതിൻ്റെ ഒരു മാറ്റ് ഫിനിഷിലുള്ള ബീഡ്സ് ആണ് യൂസ് ചെയ്തേക്കുന്നത്. നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണിത്. പിന്നെ ദുപ്പട്ട നല്ല ലെങ്തിയാണ് കേട്ടോ. അപ്പോൾ ആ ഒരു ടിഷ്യൂവിൻ്റെ ഇത് വരുന്നതുകൊണ്ട് കളർ കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ചിലപ്പോൾ ഇത് കിട്ടത്തില്ല. ചെറിയൊരു ലൈറ്റ് ഈ യെല്ലോയിഷ് കളർ മൊത്തത്തിൽ എല്ലാത്തിനും ഉണ്ട്. പിന്നെ നമ്പർ വരുന്നത് T167, റേറ്റ് 960. നമുക്ക് നെക്സ്റ്റ് വരുന്നത് ഒരു ഡാർക്കർ ഒരു ഒനിയൻ പിങ്കിന്റെ ഒക്കെ ഷെയ്ഡ് എന്ന് പറയാം. നമ്മൾ നോർമലി ഒനിയൻ പിങ്കിന്റെ തന്നെ ഡാർക്ക് ആയിട്ട് നിൽക്കുന്ന ഒരു ഷെയ്ഡില് അങ്ങനത്തെ ഒരു കളർ കേട്ടോ. അപ്പോൾ ഇത് നേരിട്ട് കാണാൻ തന്നെയാണ് ഈ ഒരു ഷെയ്ഡ്സ് എല്ലാം നല്ലത്. സെയിം തന്നെ ഡിസൈൻ ആണ് ഇതിലും കൊടുത്തേക്കുന്നത്. ബോട്ടം എല്ലാം സെയിം കളർ കേട്ടോ. ഇതിന്റെ നമ്പർ വരുന്നത് T165, റേറ്റ് 960. ഇത് ലൈറ്റ് ഒരു ലാവണ്ടർ ടോൺ ആട്ടോ. അപ്പൊ അതും ഇതിൻ്റെ അകത്തെ ഫോട്ടോയ്ക്കകത്ത് കാണുന്നതിനേക്കാളും കുറച്ചുകൂടെ നല്ല ഷെയ്ഡാണ് നേരിട്ട് കാണാൻ. എല്ലാത്തിലും ആ ഒരു ചെറിയ ഡബിൾ ടോൺ വരുന്നതുകൊണ്ടാണ് കളറിന് ചെറിയ വേരിയേഷൻ വരുന്നത്. ഇപ്പം നമ്മൾ വീഡിയോയ്ക്കകത്ത് അങ്ങനെ നമുക്ക് കിട്ടുള്ളൂ. അത് എങ്ങനെ എടുത്താലും അത് അങ്ങനെ തന്നെ ആട്ടോ വരുള്ളൂ. നേരിട്ട് കാണാൻ തന്നെ കുറച്ച് ഭംഗി എന്നുള്ളത് നിങ്ങൾ കണക്ക് കൂട്ടിയാൽ മതി. നല്ല ലെങ്തി ആയിട്ടുള്ള ഐറ്റമാണ്. എന്തായാലും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നല്ലൊരു പാർട്ടി വെയർ എന്ന് പറയാം. പിന്നെ നമ്പർ T168, റേറ്റ് 960. അടുത്ത നല്ല ഡാർക്ക് ഒരു രാമ ഗ്രീൻ്റെ ഒക്കെ ഷെയ്ഡാണ് കേട്ടോ. അപ്പോൾ അതിനും ഒരു ചെറിയ തിളക്കവും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇങ്ങനത്തെ മോഡലൊക്കെ ലൈനിങ് കൊടുക്കുമ്പോൾ കോട്ടൺ കൊടുക്കരുത്. ഒന്നെങ്കിൽ ബട്ടർ ക്രേപ്പോ അങ്ങനെയൊക്കെ സാറ്റിനോ ഒക്കെ കൊടുത്താൽ മതി. അപ്പോഴാണ് മെറ്റീരിയലുമായിട്ട് കറക്റ്റായിട്ട് മാച്ച് ആയിട്ട് നിൽക്കുകയുള്ളൂ. കോട്ടൺ കൊടുക്കുമ്പോൾ ഒരു ചെറിയ വേരിയേഷൻ എന്നാലും വരും. തയ്ക്കുമ്പോഴും കറക്റ്റായിട്ട് കിട്ടണമെങ്കിൽ അങ്ങനത്തെ ബട്ടർ ക്രേപ്പ് കൊടുക്കുന്ന കേട്ടോ നല്ലത്. പിന്നെ നമ്പർ വരുന്നത് T169, റേറ്റ് 960. നമുക്ക് ലാസ്റ്റ് കളർ ആട്ടോ. കുറേ ഷെയ്ഡ്സ് ഞാൻ കാണിച്ചില്ല. ഇതൊരു എനിക്ക് തോന്നുന്നു 8ാമത്തെ ഷെയ്ഡാണിത്. അപ്പോൾ എല്ലാം നല്ല കളേഴ്സാണ് അത്രയ്ക്ക്. അപ്പോൾ ഇതും ആണെങ്കിലും ചെറിയ ഡബിൾ ടോൺ വരും. നമുക്കൊരു മജന്ത പിങ്കിന്റെ ഒക്കെ ഒരു ടോൺ എന്ന് വെച്ചാൽ മജന്ത പോലെ ഭയങ്കര ബ്രൈറ്റർ അല്ല, ചെറിയ ഒരു ലൈറ്റ് ഒരു പിങ്ക് ടോണായി വരുന്നുള്ളൂ. പക്ഷെ നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. ഇതിൻ്റെ അകത്ത് കുറച്ചുകൂടെ റെഡ് ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുമായിരിക്കും. നേരിട്ട് കാണാൻ പിങ്കിന്റെ ടോണായിട്ട് കണക്ക് കൂട്ടിയാൽ മതി. പിന്നെ എല്ലാം ചേർന്ന കളറും ആട്ടോ. ഈ ഒരു ഷെയ്ഡൊക്കെ എല്ലാവർക്കും വെച്ച് നോക്കിയാൽ ചേരും. ഇതിന്റെ നമ്പർ വരുന്നത് T164, റേറ്റ് 960.